എടാ ഞാൻ ഇതൊരു തീർ സാധനം കാണിച്ചു തരാം കേട്ടോ. നിങ്ങളാ കണ്ട ഞെട്ടും. സായിപ്പിന്റെ ഒരു പുത്ത സാധനം ഞാൻ പുതിയതായിട്ട് കണ്ട് മാറ്റി വെച്ചതാ. എന്ത് ചെയ്യാ? ഇത് കണ്ടോണേ, ഇത് കണ്ടോണേ, ഈ സീൻസ് ആണ് കേട്ടോ. ഡബിൾ ഫോർ ഹൈഡാ. കണ്ടോ എന്ത് റിയലിസ്റ്റിക് ആ സാധനം. ഇത് ഞാൻ എങ്ങും കണ്ടിട്ടില്ല. എടാ കീച്ചന് അളി മാങ്ങി അയറു. എടാ ഞാൻ ഈ ഐറ്റം വേറെ എങ്ങും കണ്ടിട്ടില്ല കേട്ടോ. ഈ ഐറ്റം ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല. ഓ ഐറ്റം സാരം. വേണ്ട ഇതൊക്കെ കണ്ട അങ്ങനെ 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 ആരും ഇവളുടെ ദേഹം ഒന്നും കൊണ്ട് സൂയിക്കണ്ട കേട്ടോ. ഇതൊക്കെ ഞാൻ കണ്ടതാണ്. ഇതൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാത്ത ഞാൻ. സായിപ്പ് അയ്യോ ഓടാ. അയ്യോ ഇത് സായിപ്പിന്റെ ഐക്കോണിക് സാധനം കേട്ടോ. ലവ് യു ടു പറയാമോ? ലവ് യു ടു. അത്ര ഉള്ളു മുത്തേ. എന്താ വാടാ ഇതൊക്കെ? എടാ ഇതൊക്കെ എന്ത് വാടാ ഇത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അറിയാൻ പാടില്ലാത്ത ഇംഗ്ലീഷ് പറയാൻ നിക്കണോ അണ്ണാ? എടാ മുത്തേ, നമ്മൾ അറിയാത്ത കാര്യങ്ങൾ ചെയ്തല്ലടാ പഠിക്കണത്, മനസ്സിലായ? നീ എന്നെ ജനിച്ചു വരുമ്പോഴേ നീ ഉണ്ടാക്കല്ലേ നീ കുണ്ടേ നീ എന്റെ അടുത്ത് കേട്ടാ. ഇതുപോലെ ചിലന്മാരുടെ കമന്റ് സെക്ഷൻ വന്നിട്ട് മറ്റൊരടി മറിച്ച് കളിന്ന്. എടാ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആണ്. നീയൊക്കെ പൊതിഞ്ഞു വെച്ചിരുന്ന ഓരോന്നും ചെയ്ത് നമ്മളെല്ലാരും കാണിച്ചോണ്ടിരുന്നു. അത്ര ഉള്ളു ഞാനും നീ തമ്മിലൊക്കെ ഉള്ള വ്യത്യാസം. ഇല്ലടാവേ. ഓൺലൈനിൽ ഡേറ്റിംഗ് ആപ്പിൽ കയറിയതേ ഓർമ്മയുള്ളൂ. ये खूबसूरती में मैं बुल्ले मिलके पिघल के 2 बार पैदा होके आए तो भी नहीं मिलता. എനിക്ക് ഹിന്ദി അറിയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ अस्सलाम वालेकुम. വലൈക്കും സലാം. മാഷാഅല്ലാഹ്. Help me. She doesn't understand English. അസ്തഗ്ഫിറുല്ലാഹ്. Working with me. When me in Dubai working. My working with me. You do like that for me? This is my boss, you remember? Alia ma'am. You look my wife. Oh. This is my boss. എടോ. So you like to come London, Dubai? Yeah, working. She's calling me Dubai for work. You're going to come? Yeah, I'm going Dubai next week. Can I go? Boss, you want me to come alone or with my baby and my wife? You come alone. Yeah, bring them as well. They're saying no. എന്റെ മോനെ സീൻസ് ആണ്. വൺ ഓഫ് ദ ബെസ്റ്റ് സാധനം കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. എടാ ഞാൻ ഇവിടെ ഒരു ആന്റിയെ കണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആന്റിയെ കാണിച്ചു തരാവേ. ആ ആന്റി പൊളിയാ കേട്ടോ. പുള്ളിക്കാരുടെ പാട്ടൊക്കെ ഞാൻ ആക്ച്വലി കാണാറുള്ളതാ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. മോനെ തീർസാരം. കാറും കുട്ടികളെ നമ്മൾ വിടാൻ പാടില്ല. ബിക്കോസ് നമ്മൾ കാർ ഗേൾ ആണ്. അതുകൊണ്ട് നമ്മൾ അനദർ കാർ ഗേളിനെ സപ്പോർട്ട് ചെയ്യും. ഇത് ഒക്ടൈൻ ഗേൾ അല്ലേ? കുട്ടിക്കും ഗോൾഡ് ചീറ്റ് ചെയ്യുന്നു. എന്റെ ദൈവമേ, ഒരു ഡ്രൈവ് തരുമോ പ്ലീസ്? ഭയങ്കര ആഗ്രഹം. ഞാൻ കുറെ നാളായിട്ട് എൻ്റെ എല്ലാ വ്യൂവേഴ്സിനോട് ചോദിക്കുന്നുണ്ട് ആർക്കെങ്കിലും ഗോൾഫ് ഉണ്ടെങ്കിൽ എനിക്കൊരു റൈഡോ ഡ്രൈവോ തരുമെന്ന്. ബിക്കോസ് ഐ എം ഓൾസോ കാർ ഗേൾ. പ്ലീസ്, കഷ്ടമുണ്ട്.
എന്തൊച്ചയാന്നറിയോ ഗോൾഫിന്, എന്റെ മോനെ. ഓ അതിന്റെ ഒച്ച കേക്കണം. ഓ സീൻസ് ആണ് ഗോൾഫ്. അപ്പഴാ അറിയുന്നതല്ലേ. കിളി പോയി. പുള്ളിക്കാരന്റെ ഫാദർ അല്ലേ അത്? നല്ല ഫാദർ, നല്ല അച്ഛൻ. അച്ഛടാ എന്റെയൊക്കെ സ്വപ്നത്തിലെ അച്ഛനായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഓരോരുത്തർക്കും ഓരോന്നോരോന്നൊക്കെ തലേ വിധിച്ചിട്ടുണ്ടല്ലോ അല്ലേ. അതുകൊണ്ട് ഞാൻ എന്റെ കുട്ടിക്ക് ഞാൻ ഇതിന് വാങ്ങിച്ചു കൊടുത്ത് ഞാൻ അങ്ങനെ വിഷമൊക്കെ തീർക്കും. അടിപൊളി. ഓ എന്നാലും ഗോൾഫൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കിട്ടാന്ന് പറയുമ്പോ എന്റെ മോനെ എന്തായിരിക്കും അല്ലേ. ഷൂ ചോലമരം കാറ്റടിക്കണം. കൊള്ളാലോ കാട്ടുമുളം തേൻ തുളിക്കാൻ കാക്കരത്തിൻ കാത്തിരിക്കാൻ മൂപ്പ മുജാവ വലിയ ക്ഷമം വചനമണിയമാനല്ല വെള്ളരിക്കത്തേങ്ങാത്തളം കൊള്ളല്ലേ. വെള്ളത്തും കൊണ്ടുവാ വലിയ ക്ഷമ വചനമണിയമാനല്ല വെള്ളരിക്കത്തേങ്ങാത്തളം വെള്ളത്തും കൊണ്ടുവാ. കൊള്ളാം കുഞ്ഞുമാവേ. അയ്യോ എന്ത് കുഞ്ഞുമാവയല്ലേ, എന്ത് നന്നായിട്ട് പാടുന്നുണ്ട്. നല്ല പാട്ട്, അടിപൊളി പാട്ട്. നീ പാടണം കേട്ടോ വാവാ. ഇതെന്തത് ഇപ്പഴേ എഴുതിച്ചിരിക്കുന്നേ. അത് തീർച്ചയായും ഞാൻ ഒന്നുകൂടെ പ്ലേ ചെയ്യാം കേട്ടോ. ഡെലിവറി ബോയ് കമ്മിങ് ടു ഈഗിൾ ഹൗസ്. ഡെലിവറി ബോയ് കമ്മിങ് ടു സായി പോപ്പി. എടാ സീൻസാണ്. Ctrl+C+H അതെന്താ? എന്തോ അബദ്ധമാണ് ഈ തൊപ്പിയെടുത്ത് പറയുന്നത് കേട്ടോ. തൊപ്പിയോടെ എന്തോ വലിയ അബദ്ധം ആരോ പറഞ്ഞു കൊടുക്കാൻ പോവാണേ. എന്റെ മോനെ വിഷയം തന്നെ. Carrots make your eyes better. Bananas make your digestion better. Apples make your skin better. And you make my life better. ഇങ്ങനെയൊക്കെ അർത്ഥം വന്നു കഴിഞ്ഞാൽ ഞാനിപ്പോ കല്യാണം കഴിച്ചു പോകും കേട്ടോ. ഞാൻ സീരിയസ് ആയിട്ട് പറയാം, എന്റെ സിഗ്മ അങ്ങ് എടുത്ത് കളയും. പക്ഷെ ഇങ്ങനെയൊക്കെ പറഞ്ഞ പയ്യന്മാരൊക്കെ ലോകത്തുണ്ടോ ദൈവമേ. പകല് മുഴുവനും ചിരിച്ചു കളിച്ച് അവനും എല്ലാത്തിന്റെ കൂടെ കാണും. പക്ഷെ ഇരുട്ട് തുടങ്ങിയ അവ പിന്നൊറ്റയ്ക്ക്. ഹരഹരം ദേവകി വിമല കമല രമണ ഇന്തറാവോ. അവിടെ 2 ചായയല്ലേ? വല്ലാത്ത ക്ഷീണം, ഒരു ചായ കുടിച്ചേക്കാം ചേട്ടാ. ഒരു ചായ. സച്ചുമോനെ. അയ്യോ ഗോപാലകൃഷ്ണൻ മാഷ് 6ാം ക്ലാസ്സിൽ അവസാനമായി കണ്ടതാ നിന്നെ, പിന്നെ ഇപ്പോഴാ കാണുന്നത്. ഇതാരാ അച്ഛനാ? അച്ഛാ ഇതാ എന്നെ സ്കൂളിൽ വെക്കാൻ പഠിപ്പിച്ച മാഷ്. അല്ല സ്കൂളിൽ വെച്ച് പഠിപ്പിച്ച മാഷ്. നമസ്കാരം മാഷ്. അച്ഛന്റെ കൂടെ ചായക്കടയിൽ നിൽക്കുകയാണല്ലേ? അതെ, ഹെൽപ്പ് ചെയ്യാൻ. പഠിപ്പിക്കുന്ന സമയത്ത് മിടുക്കനായിരുന്നു. നിങ്ങളും എന്റെ ശുഷ്കാന്തി കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട്. സ്വാതന്ത്ര്യ ദിനത്തിന് കൊടിമരത്തിൽ കയറുമ്പോഴും പരിസ്ഥിതി ദിനത്തിന് മരത്തെ വലിഞ്ഞ് കയറുമ്പോഴും ഒക്കെ ഞാൻ എന്റെ ശുഷ്കാന്തി കണ്ടിട്ടുണ്ട്. അതേ ശുഷ്കാന്തി ആണോ മോനെ നിനക്ക് ഇപ്പോഴും? അല്ല ഇപ്പൊ അതൊക്കെ വലുതായി. എന്തായി? ശരി, അതെന്തോ ആയിപ്പോട്ടെ.
നിന്നെ 7ാം ക്ലാസ്സിലും കൂടെ പഠിപ്പിക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ 6ലെ ആ ട്രാൻസ്ഫർ കാരണം പോണ്ടി വന്നു. എനിക്കും അതിൽ നല്ല വിഷമമുണ്ട്. എന്താ വിഷമം? എന്താ? ഏയ് സാറ് ആറിപ്പോയതാ, എന്ത് ചെയ്യാൻ പറ്റും? എടുത്ത് എണ്ണയിലോട്ട് ചൂടാക്കി എടുക്കുക. അങ്ങനെയല്ല, 6ാം ക്ലാസ്സിൽ ട്രാൻസ്ഫർ കിട്ടി പോയതാ, അതുകൊണ്ടൊന്നും എന്നെ പഠിപ്പിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞായിരുന്നു. ഓ അങ്ങനെ. എന്തായാലും ഒരു കാലിന് എന്തുറ്റി മോശം? വരുന്ന വഴിക്ക് ഒരു കല്ല് തട്ടിയതാ, കാലൊന്ന് മുറിഞ്ഞു. എടാ നീ കമ്മ്യൂണിസ്റ്റ് വെച്ചിട്ട് ഇല വലിച്ചോണ്ട് വന്നേ. അയ്യോ വേണ്ട, അവൻ പൊയ്ക്കോളും, അനുസരണയുള്ള കുട്ടിയാ. ഓ ഇക്കാലത്ത് ഇങ്ങനെ അനുസരണയുള്ള ഒരു മോനെ കിട്ടുക എന്ന് പറഞ്ഞ ഭാഗ്യോ. എന്താ വലിച്ചു, ഇനി എന്താ ചെയ്യണ്ട അച്ഛാ? ഇനി അതിനെ അരിക്ക്, എന്നിട്ട് അതിന്റെ നീര് കാലിൽ വെച്ച് കൊടുത്താൽ മതി. ഓക്കെ. ഞാൻ മോനെ പറ്റി പറയായിരുന്നു. എന്നെ പറ്റിയോ? എന്താ സാറേ? ഇക്കാലത്ത് ഇത്രയും അനുസരണയുള്ള ഒരു ദുശീലും ഇല്ലാത്തൊരു മോനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം. ഇതിലൊക്കെ എന്താ സാറേ ഇരിക്കുന്നേ? എന്ത് വേണം? വണ്ടി വേണം. ലൈസൻസ്. ഇത് എന്തിന്റെ സിമ്പലാ? ഹമ്പ് ഇങ്ങനെ ചാടുന്ന ഹമ്പ്. ചാവച്ച് ഒരു നടന്റെ പേര് പറ. ഒന്നും കിട്ടണില്ലല്ലേ. ചെഗ്വേര. അത് പാർട്ടിക്കാരനല്ലേ? വാടാണേച്ചി ഇഷ്ടം പോലെ സിനിമ അഭിനയിച്ചിട്ട്. ഒരു മീനിനെ പിടിച്ച് കരക്കിട്ടാൽ എന്തു പറ്റും? അത് ചാവും, അല്ലെങ്കിൽ പെടയ്ക്കും. അല്ല, മണ്ണ് പറ്റും. പോലീസുകാർ ഒറ്റക്കാലിൽ നിൽക്കുന്നത് എപ്പോൾ? സല്യൂട്ട് അടിക്കാനാണ്. അല്ല, പെയിന്റ് ഇടുമ്പോൾ. ജീവിതകാലം മുഴുവൻ സുന്ദരനാകാൻ എന്ത് ചെയ്യണം? ക്രീം വല്ലതും തേച്ചാ മതിയാ? അല്ല, സുന്ദരൻ എന്ന് പേരിടണം. ഒരാളോട് വിഷമമുള്ള ഒരു ചോദ്യം ചോദിച്ചപ്പോ അയാൾ കിണറ്റിലോട്ടിറങ്ങി. എന്തിന്? തല പുകഞ്ഞോണ്ടാണ്. അല്ല, ആഴത്തിൽ ചിന്തിക്കാൻ. തിന്നാൻ വേണ്ടി മേടിക്കും, പക്ഷെ ആരും തിന്നാറില്ല. എന്ത്? അതെന്തോന്ന്? പ്ലേറ്റ്. നട്ടാൽ മുളയ്ക്കാത്ത പയറ്. ചെറുപയറാണോ? അല്ല, അമ്പയർ. 2 വീലർ ലൈസൻസിന് 8 പാസ്സാവണം. ഞാൻ 8 പാസ്സാണ്, കോളേജ് വരെ പോയിട്ടുണ്ട്. എടാ ഇതൊക്കെ ആരാണ്? ഇത് കൊള്ളാളിയാ, എന്താ കൊള്ളാം കേട്ടോ. ഓ ഈ സീൻ ഇച്ചിരി ശോക സീനാ കേട്ടോ. ഇത് ഇച്ചിരി ഡിപ്രഷനാ കേട്ടോ. ഇത് എന്താ പ്രശ്നം? ഇയാൾ കൊറേ നേരമായി ഒരു ഭക്ഷണം ചിരി നോട്ടോ. എവിടെ നോക്കി നീ പറയണേ? വേണ്ടാത്തരത്തിൽ തന്നെയാ നോട്ടോ. വേണ്ടാത്തതൊക്കെ എങ്ങനെ തുറന്നു പിടിച്ച് നടക്കുന്ന എന്തിനാ പെങ്ങളെ? ഇവൻ കണ്ണു കാണാത്ത ആളാ. പാവം ഉണ്ടല്ലേ. എനിക്ക് തോന്നുന്നു കലാമണി സാർ ചെയ്തതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാരക്ടർ ആയിരുന്നു ഇത്. ഇല്ല, ഒരുപാട് വില്ലൻ വേഷങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ ഞാൻ ഒറ്റ വട്ടേ കണ്ടിട്ടുള്ളൂ. ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വന്നിട്ട് ഞാൻ പിന്നെ ഈ ഫിലിം കണ്ടിട്ടില്ല. ഞാൻ പിന്നെ കാണാറുമില്ല ഈ ഫിലിം. ഞാൻ ഭയങ്കര സെൻസിറ്റീവ്. അപ്പം അതിനുശേഷം ഞാൻ കണ്ടിട്ടില്ല ഈ ഫിലിം. ഭയങ്കര ഒറിജിനലായിരുന്നു, ഭയങ്കര ഒറിജിനാലിറ്റി ആയിരുന്നു. 500 കോടി 50 CR. 500 കോടി 50 CR. ഓ സോറി, 500 കോടി. വൗ. 500 കോടി 38 ലക്ഷത്തി അല്ല 500 കോടി എടാ 500 നമ്മൾ പറഞ്ഞിലേക്ക് കടക്കാം. 500 കോടി. എടാ മറ്റേ സായിപ്പിന്റെ സീനായിരുന്നു 39,000 40,000. അത് എവിടാ ഞാൻ റിയാക്ട് ചെയ്തിട്ട് ഓർക്കത്തില്ല. എവിടെ അത് പറയൂ, നീ ആരാണ്? ഞാൻ ആരാണെന്ന് ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയൂ. ആരാണ് നീ? ഞാൻ നിന്റെ തന്ത, ഇവരൊക്കെ നിന്റെ മറ്റു തന്തമാർ. ഇവിടെ വന്നവരെല്ലാവരും എനിക്ക് ഉപഹാരങ്ങൾ തന്നു. നിങ്ങൾ മാത്രം ഒന്നും തന്നില്ല. ഞാൻ ചോദിക്കുന്നത് തരുമോ? എന്താ വേണ്ടത്? അമ്പിളി അമ്മ അവനെ പിടിച്ചു തരാൻ പറയും, ഞാൻ പിടിച്ചു തരാം. പാൽക്കടൽ കടഞ്ഞ് വെണ്ണ എടുത്തു തരാൻ പറയും, ഞാൻ എടുത്തു തരാം. നിങ്ങൾ മകിഴ്മതിയുടെ സിംഹാസനം അലങ്കരിക്കണം. അതിനെന്ത് വില വരുന്നു? ഇത് കൊള്ളാലോ. അതാണ് എന്റെ ആഗ്രഹം. അത് ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. രാജകുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ഇതെന്തുവാണ് ഇത്? അങ്ങനെ തന്നെ നടക്കട്ടെ. എന്തിനാണോ പോയി വിളിക്കുന്നത്? വല്ലവരും ചത്തോ? ആരെങ്കിലും ഇവിടെ തുണിയിലായിരുന്നു. മേലിൽ ഇത് ആവർത്തിച്ചാൽ ഞാൻ ഇടിച്ചു പൊളിച്ച് തീയിൽ. അപ്പൊ പിന്നെ ആളിയാസീൻ ഇതാരാ എഴുതിയ? മണ്ടൻ ബ്ലോഗോ, മഹാനടനോ, മലനടനോ? എനിക്ക് വായിക്കാൻ പറ്റില്ല. എന്താണേലും മൂത്ത കിടിലൻ എഡിറ്റിങ്, സീൻ എഡിറ്റിങ്. അങ്ങോട്ട് വാടാ ഇവിടെ നീ. ஹாய் கமல். ஹாய்டா. ஹாய் மேடிசன். ரொம்ப நல்லா இருக்கு, சுகமா இருக்கு. நீங்க எப்படி இருக்கு? മലയാളിയാണോ? മലയാളി
അണ്ണനൊരു വിജയുടെ കട്ടൊക്കെ ഉണ്ട് കേട്ടോ, കൊച്ചു കള്ള. കണ്ടിട്ട് പാണ്ഡ്യം തോന്നുന്ന ചേട്ടാ ഹലോ യൂട്യൂബർ ആണോ? അല്ല ഞാൻ കണ്ടിട്ടില്ലേ അപ്പൊ പോപ്പുലറായ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തേണ്ടി. ഇല്ല, കണ്ടിട്ടില്ല. പേരെന്താ? ഇൻസ്റ്റ ഐ ഡി പറഞ്ഞുതരാൻ നിങ്ങക്ക് എന്തോരം ഫോളോവേഴ്സ് ഉണ്ട്? ഓ അറിഞ്ഞിട്ടിപ്പ എന്തിനാ? എനിക്കൊരു കുറച്ച് ഫോളോവറേ ഉള്ളൂ. കുറച്ചേ ഉള്ളൂ. എത്ര? 95K ആണോ? ഇത് ലൈവ് ഒന്നും അല്ലല്ലോ അല്ലേ? അല്ല. ആരും എന്റെ അടുത്ത് പ്രപ്പോസും ചെയ്തില്ല കേട്ടോ. എന്നെ കണ്ട എത്ര വയസ്സ് തോന്നിക്കും? 20-21. ഒരാൾ പറഞ്ഞു, അടുത്ത ആള് പറ. കിളവനാണ്, 10-40 വയസ്സുണ്ട് അവന്. 25. ആ കഴിഞ്ഞ എല്ലാരും പറഞ്ഞ. എനിക്ക് 28 വയസ്സുണ്ട്. 28ഓ? ഞാനാണ് സന്തൂർ ഇൻഫ്ലുവൻസർ. ശരിക്കും പറഞ്ഞ ഞാനും മമ്മൂട്ടിയൊക്കെ ഒരേ ഇതാണ്. കാറ്റഗറി അതെ അതെ. ആഞ്ജനേയ സ്വാമി. എന്റെ ചേച്ചിക്ക് 28 വയസ്സായി. നോക്കട്ടെ. താങ്ക് യു സോ മച്ച് മുഹമ്മദ് സാലി ഫോർ 43 പൈസ സൂപ്പർ ചാറ്റ്. മറ്റേ 21 വയസ്സുള്ള കിളിന്ത് പെണ്ണുങ്ങളെ വേണോ? 21 വയസ്സുള്ള കിളുന്ത് മുമ്പിളരാ. വേണ്ടെന്നറടാ. നിങ്ങൾ എന്തിനാ പഠിക്കണേ? ഞങ്ങള് ജീവൻ രക്ഷിക്കുന്ന മാലാകകളാവാൻ പഠിക്കാം. നേഴ്സിംഗാ? അതെ. എന്തോരം നിരപരാധികളായ ശവങ്ങളാണ് മരിച്ചു വീഴാൻ പോകുന്നത്. എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ വന്ന അവസ്ഥ ആലോചിക്ക്. ഇങ്ങനെ കണ്ട് പിന്നെ നിനക്ക് സാധനം ചെയ്യാൻ പറ്റില്ല. ഒന്നുകളെ ഞങ്ങളെ മനസ്സിലാവില്ല. സത്യോ. പക്ഷെ ബാക്കിലെങ്ങാനും ഇഞ്ചക്ഷൻ എടുത്താൽ ഞാൻ നാണം കിടും.